ഗവൺമെന്റ് 350 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടത്തുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ ആളുകളും ഈ സംരംഭവുമായിട്ട് സഹകരിക്കണമെന്നാണ് വളരെ വ്യക്തമായിട്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അടുത്ത കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇന്ന് ഇവിടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതേപോലെ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കന്മാരും ഇവര് പറയുന്ന കാര്യങ്ങൾ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. അടുത്ത് VS അച്യുതാനന്ദൻ. ആന്റണിയുടെ ഗവൺമെന്റ് മാറിയിട്ടാണല്ലോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇവിടെ വന്നത്. വയനാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അടുത്ത് കരുണാകരൻ. കേരളത്തിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ്. എനിക്കറിയാം, ഈ ഭരണത്തിൽ ഞങ്ങൾ കുടുംബം ഒന്നടക്കം വളരെ സന്തുഷ്ടരാണ്. കാരണം എന്റെ മകനെ ഞാൻ KPC പ്രസിഡന്റാക്കി, മകളെ ഞാൻ KPSCയിൽ ഇപ്പോൾ നാടകം നടത്താൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുകയാണ്. ജയ് ഗുരുവായൂരപ്പ.